നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീയൽ അഥവാ വറുത്തരച്ച കറി ഇഷ്ടമല്ലാത്ത മലയാളീസ് ഉണ്ടോ അല്ലേ? അപ്പോൾ ചോറിന് തീയലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു കറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പച്ചക്കറി തീയലാണ്. അപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു പച്ചക്കറി തീയൽ ഉണ്ടാക്കാം. തീയൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 2 തക്കാളി, 2 മുരിങ്ങയ്ക്ക, 2 ഉരുളക്കിഴങ്ങ്, 2 തണ്ട് കറിവേപ്പില, ഒരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് 2ആയിട്ട് പിളർന്നിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും 2ആക്കി പിളർന്നിട്ടുണ്ട്. ഒരു 20 ചക്കക്കുരു, അത് വട്ടത്തിൽ കണ്ടിച്ചിട്ടുണ്ട് 2ആയിട്ട്. തീയലുണ്ടാക്കുന്നതിന് ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. ആ തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഇട്ട് കൊടുക്കണം. നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണക്കമുളക്, നമ്മുടെ ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കാം. ഒരു 13 ഉണക്കമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലും പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലും വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്നാലും ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇതേ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. വറുത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാര്യം ഈ ഉരുളിക്ക് അല്ലെങ്കിൽ ഈ ഒരു ചട്ടിക്കിടെ അടിയിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളം തൊടാതെ നല്ലപോലെ അരകല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ നല്ലപോലെ അരച്ച് എടുക്കാവുന്നതാണ്. അരകല്ലൊക്കെ നേരത്തെ കഴുകി നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരകല്ലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ഇട്ടതിന് ശേഷം മാത്രമേ ഇത് അരച്ച് എടുക്കാവുള്ളൂ. കഴിവതും ഇതേക്കൂട്ട് വറുത്തരയ്ക്കുന്ന കറികളൊക്കെ ഈ അരകല്ലിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അരകല്ലിൽ അരയ്ക്കുന്ന ഏതൊരു കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നേരം അരകല്ലിൽ ഞാനും ഒന്ന് അരച്ച് നോക്കി. സംഭവം നല്ല രസമുള്ളൊരു പരിപാടിയാണ്, പക്ഷെ നല്ല കഷ്ടപ്പാടാണ് ഇതിനകത്തുനിന്ന് അരച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഈ അരപ്പൊക്കെ അരയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇതിനാവശ്യമായ തീയലിനാവശ്യമായ പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചക്കക്കുരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ വൃത്തത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചക്കക്കുരു വേവാൻ താമസമുള്ളതുകൊണ്ടാണ് ഉള്ളി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചക്കക്കുരുയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 3 to 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ചക്കക്കുരു ഇട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങും ചേർത്ത് കൊടുത്ത് ഇതേക്കൂട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തക്കാളിയുടെ പുളി പോരാ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം പിഴുപുളി എടുത്ത് വെള്ളത്തിലൊന്ന് അലിയിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതും മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി മതി. കാരണം ഇനി കറിയിൽ അരപ്പുമൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് തിളയ്ക്കുമ്പോൾ തക്കാളി കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരക്കല്ലിൽ അരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പരച്ച അരകല്ല് കഴുകിയ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ ആ പച്ചക്കറി എന്തൂരാണ് അതിൻ്റെ തൊട്ട് മേളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറി നമുക്ക് മൂടി വെച്ച് ഈ കറി ഒന്ന് തിളക്കണ വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ കറി ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും കൂടെ ഒന്നുകൂടി ഒന്ന് നോക്കാം. തക്കാളിക്ക് ഒരു ഇച്ചിരി പുളി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി പിഴുപുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ ചാറൊന്ന് വറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ പച്ചക്കറി തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതിനി ഈ മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഇതിൻ്റെ ചാറൊന്ന് വറ്റും. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം തന്നെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. നല്ല അടിപൊളി ഒരു പച്ചക്കറി തീയലാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. സംഭവം ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം സമയമൊക്കെ എടുക്കും. കാരണം തേങ്ങയൊക്കെ വറുത്ത് പിന്നെ അത് അരകില്ലിൽ അരച്ച് കറിയൊക്കെ വെച്ച് വരുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ അത്രയും എഫോർട്ട് എടുക്കുമ്പോൾ അത്രയും നല്ല രുചിയാണ് നമുക്ക് ഈ കറിക്ക് കിട്ടുന്നത്. ആഹാ, സംഭവം നല്ല പൊളിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഒരു ഭംഗിക്ക് നമുക്ക് 2 കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല ചൂട് ചോറിനകത്തേക്ക് ഈ കറി ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.